ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഗോവയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 വർഷം മുമ്പ് ഞാൻ PG പഠിക്കുമ്പോഴാണ് ഗോവയിൽ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഒപ്പം ഡിഗ്രി പഠിച്ച ഫ്രണ്ട്സും പിന്നെ അനിയനും പിന്നെ രഞ്ജിത്തും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഇന്ന് ഗോവയ്ക്ക് പോകുന്നത്. അപ്പോൾ ആലുവയിൽ ഇന്ന് 8:30-8:45 ട്രെയിൻ വരുന്നത്, അതായത് ഫെബ്രുവരി 7-ാം തീയതി. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഏകദേശം ഒരു 11-ാം തീയതി ആകുമ്പോഴേക്കും തിരിച്ചു വരും. പാക്കേജാണ് എടുത്തിട്ടുള്ളത്. പാക്കേജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ചെന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യമായിട്ടുള്ള ഡ്രസ്സൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ടീഷർട്ട് ആൻഡ് ഗോവയിൽ ചെത്താൻ പാകത്തിനുള്ള കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കളർഫുൾ ഡ്രസ്സുകൾ എല്ലാം, പിന്നെ ട്രൗസേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഞങ്ങളെ രണ്ടുപേരെ ഡ്രസ്സാട്ടോ. കാണുമ്പോൾ ഒരുപാട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെയും ആച്ചിയുടെയും കൂടിയുള്ള ഡ്രസ്സാണ്. ആകെ ഇത്ര ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗോവയ്ക്ക് ഇറങ്ങിയത് നമ്മുടെ ഷുണ്ണി നമ്മളെ യാത്രയാക്കാനോട് നിൽക്കുന്നുണ്ട്. അല്ല, യാത്രയാക്കാൻ നിൽക്കുന്നുണ്ട്. ഷുണ്ണിനെ വിടത്തില്ല. ഷുണ്ണി പഠിപ്പിസ്റ്റായതുകൊണ്ട് ഷുണ്ണിനെ വിടത്തില്ല. ഷുണ്ണി എന്താ പറയാനുള്ളത്? പറ, എന്താ പറയാനുള്ളത്? പറ. അത് കുഴപ്പമില്ല, നീ പറ. എന്താ എൻജോയിങ് ആണോ ഗായ്സ്? ഷുണ്ണി നമുക്ക് ഇനി ലൈവിൽ കാണാം. പുള്ളി ലോക്കോ ലൈവിൽ ഷുണ്ണി ലോക്കോ ലൈവിൽ ഇനി വരും. തൊപ്പി പോലെ വരും പുള്ളി. ഗായ്സ്, അപ്പോൾ അച്ഛനും അമ്മയാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വരുന്നത്. ഷുണ്ണി വരണമെങ്കിൽ വരാം. വന്നിട്ട് കാര്യമില്ല പുള്ളി. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 8:15 ആയപ്പോഴേക്കും. 8:45 ട്രെയിൻ. രഞ്ജിത്തും അരുൺ ഡോൺജി അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഡോൺജി എത്തിയിരിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ എത്തി. ഇത് ഗുഡ്സ് ട്രെയിൻ ആണോ? ഞങ്ങൾ ട്രെയിനാണ് വിചാരിച്ചു. ഗുഡ്സ് ട്രെയിൻ ഇതിന് കയറി പോയിട്ട് വരും. ഗായ്സ്, അപ്പം നമ്മുടെ ട്രെയിൻ ലൈറ്റ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. ഗായ്സ്, അപ്പം ഞങ്ങളുടെ ബോഗി S3 ആണ്. ഞങ്ങൾ നിന്നത് S5 പോയി. കുറച്ച് നടക്കണം. S3 എത്തുമ്പോൾ നമുക്ക് ദേവനാരായണനും അനന്തകൃഷ്ണനും അവിടെ കാണാം. ഗായ്സ്, നമുക്ക് ദേവനാരായണൻ തുറന്നു വന്നിരിക്കുകയാണ്. ഗായ്സ്, ബംഗാളിരിക്കുന്നു. ഗായ്സ്, അയ്യോ, സാധാരണ ഞാനങ്ങനെ തോക്കാത്താണ്. എന്താ പ്രശ്നം? എനിക്ക് സാധനം ഇട്ടാ പോരെ? കഴുത ഇട്ടോണ്ടിരിക്കുന്നു. ഇത് വേണ്ട, കമന്ററി വേണമെന്നില്ല. കമന്ററി വേണമെന്നില്ല. വേണമെന്നില്ല എന്നിട്ട് കാര്യമില്ലോ. അങ്ങനെ കിട്ടില്ല. ഇത് മതി. പുള്ളി എണ്ണിയൊക്കെ ഇട്ടിടണേ. ഗായ്സ്, നമ്മുടെ അനന്തുവിന്റെ നേരത്തെ കമന്ററി നിങ്ങൾ എല്ലാവരും കേട്ടായിരുന്നല്ലോ. ഞാൻ പക്ഷെ കമന്ററി ഒന്നും പറയുന്നില്ല. കാരണം നമ്മളങ്ങനെ കമന്ററി പറഞ്ഞ് ഒരാളെ താഴ്ത്തന്നെ ശരിയല്ലല്ലോ. പയ്യനിരിക്കുന്ന ഇരിപ്പുണ്ടോ? ഞാൻ കമന്ററി പറയുന്നില്ല. കമന്ററി പറയുന്നത് ശരിയാവില്ല. അപ്പൊ ഞങ്ങള് സ്ലീപ്പിങ്ങിലാണ്. ദേവൻ
അപ്പൊ നമ്മള് അരുൺ ടോൺജെ ഇവിടെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. ഞങ്ങളിനി രാവിലെ കാണാം. ദേവന് കുറുക്ക വലിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ എവിടെയാണ് അതിന്റെ ബാഗ്? ആ റെഡ് ബാഗിന്റെ അപ്പം. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനാണോ നീങ്ങുന്നതായിട്ട് തോന്നുന്നത്, അപ്പുറത്തെ ട്രെയിനാണോ നീങ്ങുന്നതായിട്ട് തോന്നുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് ട്രെയിൻ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡും ഓംലെറ്റ്. ട്രെയിനിൽ നിന്ന് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ മീൽ ഇതാണ്. ഞങ്ങളിത് ഇപ്പം മഡ്ഗോവ സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കുവാണ്. അടിപൊളി. ഇത് കായല് സോറി, ഇത് കായലാണ് ഗൈസ്. ഞാൻ പുറത്ത് എനിച്ചുള്ളതാണ്. ഇത് നല്ല റോഡ്. ഇത് ലണ്ടൻ ബ്രിഡ്ജ് പോലത്തെ ഒരു ബ്രിഡ്ജ് അവിടെ. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും വരും. വാടേ എന്താണ് പ്രശ്നം? നമ്മുടെ ഇവിടുത്തെ ഗോവ ബ്രിഡ്ജ് ഇറ്റ്സ് വെരി വരാൻ പോണുള്ളൂ. അടിപൊളിയായിട്ട് സംഭവം നൈസായിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് അലാസ്റ്റിക്. അത് ഗഡ്കരി പറഞ്ഞ പാലം. അപ്പൊ നമ്മള് നമ്മുടെ ഗോവ എത്താറായി. ഐ മീൻ തിരുവ എത്താറായി. ഗോവ കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളങ്ങനെ ടീം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഗോവയിൽ പട്ടിയാണെങ്കിലും കേരളത്തിൽ പട്ടിയാണ്. ഗായ്സ് അപ്പോൾ നമ്മൾ തിരുവിലെത്തി. ടാക്സി പിടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഗായ്സ് ഇതാണ് ഇവിടുത്തെ തിരിം റെയിൽവേ സ്റ്റേഷൻ. നല്ല തിരക്കാട്ടെ ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിരിക്കുകയാണ്. എർട്ടിഗ. ഞാനും ഡോൺ ചെയ്യും പുറകിലും, പിന്നെ ആനന്ദ് വെച്ച ഫ്രണ്ടിലും, ദേവന്റെയും ആക്സി രഞ്ജിത്തും നടുക്കിയിരിക്കുന്നുണ്ട്. ഗായ്സ് ഞങ്ങളാ തിരുമിന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകുമ്പോഴുള്ള വഴികളാണ്. അടിപൊളി. നമ്മുടെ കേരളത്തിലെ തനി ഫീൽ. നമ്മുടെ മുളകാട് വഴിയൊക്കെ പോകുന്ന പോലെ തന്നെയുണ്ട്. ഇവിടെ നമ്മുടെ ഛത്രപതി ശിവാജിയുടെ കുതിരയിൽ പോകുന്ന ഒരു ശിവജിയുടെ ഇതുണ്ട്. ഞാനൊരു ഇത്തിരി ആ ദീർഘം കൂട്ടിയിട്ടുള്ളൂ. എന്നാ മേടിക്കങ്ങോട്ട്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്നു. വെറുതെ ഫ്ലാറ്റ് പണിയായിരുന്നു. ഫ്ലാറ്റ് ഇതൊന്നും നമ്മുടെ യൂസഫ് അലി ഭായ് കണ്ടില്ലാവോ? ഇവിടെ ഒരു ലുലുമാളുള്ള സ്ഥലമുണ്ട്. എന്തോരു സ്ഥലം വെറുതെ നടക്കണേ. എന്നിട്ട് ഗോവ ചെറിയ സ്ഥലമാണ്. ഷോപ്പ് ഫോർ റെന്റ് വേണേടുത്തോ. ഗൈസ് അങ്ങനെ ഞങ്ങള് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് സിർക്കോ ബീച്ച് റിസോർട്ട്. ഗൈസ് രഞ്ജിത്ത് നമ്മുടെ പേരും ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടികൾ ഇതൊക്കെയാണ്.
നമ്മൾ റൂം ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ വണ്ടി നോക്കിക്കൊണ്ടിരിക്കും. ഗൈസ് അപ്പോൾ ഇവരാണ് നമ്മുടെ പാക്കേജ് സെറ്റ് ചെയ്ത് തന്ന 2 പേര്. മലപ്പുറത്താണ് അവരുടെ വീട്. ഇതാണ് നമ്മുടെ വണ്ടി. ഗൈസ് അപ്പോൾ നമ്മൾ സ്ഥലം ഇത് ബുക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം. ഗൈസ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇത്. അനന്തു അവിടെ പോയി എന്തൊക്കെയോ റേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ വെള്ളം കാഞ്ഞുകൊണ്ടിരിക്കുന്നു. അനന്ത് റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്തിൻ്റെയൊക്കെ. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇയാൾ ആ റൂമിൽ പോയി, ഞാൻ ഈ റൂമിൽ പോയി കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു റൂം. ഇവിടെ TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഡബിൾ കോട്ട് ബെഡ്. പിന്നെ അത് ഇവിടെ ബാൽക്കണി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ്, ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയുടെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. തിരിച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വീണ്ടും നമ്മുടെ ബെഡ്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്ത്, ഓ കിച്ചൺ. ഗായ്സ് കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം. പിന്നെ അലമാര, പിന്നെ അവിടെ വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. അയ്യോ, അപ്പോൾ ഇതാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത റൂം പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് അടുത്ത റൂം വരുന്നത്. ഇവിടെയും സെയിം തന്നെ, ബാൽക്കണി, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം. ബാത്റൂമിൽ അരുണുണ്ട്. ഓക്കെ, AC റൂമാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂം എടുത്ത സ്ഥലത്ത് നിന്നുള്ള ഹോട്ടൽ തപ്പി നടക്കുവാണ്. കണ്ടത് ഇവിടെ കുറേ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു സിറ്റി ഏരിയയിലാട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ച് റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ട് വേണം സ്ഥലങ്ങൾ കാണാൻ പോകാൻ. ഇപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ. കണ്ടോ, അടിപൊളി ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. നല്ല സ്മെല്ല്, വാവ്. കിടിലൻ ടേസ്റ്റ്, നൈസ് സാധനം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് പറ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാൻ പറയാൻ ഓരോ വീട്ടിലും ബീറും മദ്യമൊക്കെ കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ കേരള സർക്കാരാണ്. അല്ലാണ്ട് റെഡിയാവില്ല. ഇവരെ മിക്ക നടന്ന മന്ത്രിയാക്കി. ഞങ്ങൾ ആദ്യത്തെ 4 ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ട് വീണ്ടും 2 പറഞ്ഞു. കാരണം അടിപൊളി ടേസ്റ്റ്. കഴിച്ചിട്ടും നിർത്താൻ തോന്നുന്നില്ല, അമ്മാരി ടേസ്റ്റ്.